ധർമ്മസ്ഥലയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും പുറത്തേക്ക് വരുന്നത്. വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയെന്ന സൂചനകൾ ലഭിക്കുന്നു. അസ്ഥികൾ കണ്ടെത്തിയത് ഉൾക്കാട്ടിലാണ്. നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പോയിന്റ് 11 നിന്നും 100 അടി അകലെയാണ് പുതിയ സ്പോട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ജിതേന്ദ്രകുമാർ ദയമയടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്ത് ഉണ്ടായെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു കണ്ണൻ കൂടി ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു ധർമ്മസ്ഥലയിൽ നിന്ന്. ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്തിന് ഒരു 100 അടി അപ്പുറമാണ് ഇപ്പോൾ അസ്ഥികൾ കണ്ടെത്തിയ സ്ഥലം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരിശോധന നടത്തുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വനമേഖലക്കകത്ത് ഈ അന്വേഷണ സംഘം തുടരുകയാണ്. മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഉൾക്കാട്ടിൽ നിന്നാണ്. നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച് പോയിന്റ് 11 7ാമത്തെ ദിവസം പരിശോധന ആരംഭിച്ചത്. എന്നാൽ പോയിന്റ് 11 പരിശോധനയ്ക്ക് ശേഷം 12, 13 എന്നിവയായിരുന്നു തീർക്കേണ്ടിയിരുന്നത്. 12ാമത്തെ പോയിന്റ് ഈ ദേശീയപാതയോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ആ ഭാഗത്ത് പരിശോധന നടത്താതെ ഈ സാക്ഷിയോട് സംസാരിച്ച ശേഷം 100 അടി കൂടി അകത്തേക്ക് വനമേഖലയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നടത്തിയ പരിശോധനയിൽ ഈ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് വിശദമായി പരിശോധനക്കായി ഇപ്പോൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടേതാണെന്നൊരു സംശയം നിലവിലുണ്ട്. ഒരു സാരിയുടെ ഭാഗം അവിടെ നിന്ന് കണ്ടെത്തി എന്നുൾപ്പെടെ സ്ഥിരീകരിക്കാത്ത വിവരം നിലവിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ജിതേന്ദ്രകുമാർ ദയമയടക്കം ഇപ്പോൾ ആ സ്ഥലത്തുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം കാടിനകത്ത് തുടരുകയാണ്. സാക്ഷി ഇതുവരെ ചൂണ്ടിക്കാണിച്ച പോയിന്റിലല്ല പുതിയ കണ്ടെത്തൽ എന്നത് വേറെ പ്രത്യേകതകളുള്ളതാണ്. കാരണം 13 പോയിന്റാണ് ആദ്യം നേരത്തെ കാണിച്ചിരുന്നത്. അതിൽ നിന്ന് മാറിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ സാക്ഷി വീണ്ടും ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥി ഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിനകത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗം അളന്ന് വേർതിരിച്ച് വിശദമായ പരിശോധന നടത്തും. ഏതായാലും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. മനു, ശരി, ഏതായാലും ഇപ്പോഴും കാട്ടിൽ പരിശോധന നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു. സിജു കണ്ണനാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഈ വിവരങ്ങൾ നമ്മളോട് സംസാരിച്ചത്.